ഹലോ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, ഇന്ന് നല്ല മൂടലാണ്. മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് ഫ്ലോറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇവിടെയെല്ലാം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഇനി രാവിലെ വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് അടുക്കളയിലേക്ക് കയറാം. ഞാൻ വിളക്ക് കത്തിച്ച് നല്ലൊരു ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളും വെക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ്. അതിനുവേണ്ടി നമുക്ക് ചെമ്പരത്തി പൂവ്, എനിക്ക് അധികം കിട്ടിയില്ല, ഇതേ കിട്ടിയുള്ളൂ. പിന്നെ അതിൻ്റെ ഇലയെ, പിന്നെ നമുക്ക് പനിക്കൂർക്ക ഇല, ഇതെല്ലാം വേണ്ട. ഇതുപോലെ ഇച്ചിരി വെള്ളമെടുത്ത് അതിനകത്തോട്ടെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ താള് റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇലയെ. അപ്പം ഇല എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, കിളിൻ്റെ ഇല നോക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് അധികം ബലം കൊടുക്കണ്ട. കൈകൊണ്ട് തന്നെ അത് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പം അതിനകത്തുനിന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു നീരൊക്കെ വരും. ചെമ്പരത്തിപ്പൂവ് എത്രയോ കിട്ടുമോ അത്രയും നമുക്ക് എടുക്കുക. എനിക്കിപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലീഫ് മാത്രം എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞത് എടുക്കണം. അപ്പം ഞാൻ ഏകദേശം ഇത്രയും നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്ത്, എൻ്റെ പിഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ഇത് വരുന്നത് കണ്ടോ, അതിൻ്റെ നീര്. ഇനി നമുക്ക് വേണ്ട ഒരു സാധനം തേയിലയാണ്. നമ്മൾ ഒരു 2 സ്പൂൺ തേയില ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ച് നല്ലപോലെ തിളപ്പിച്ച് ഒരു ഗ്ലാസ്സാക്കി പറ്റിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് തണുത്താറിയതിന് ശേഷം ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചതാണ്, അത് തണുത്തു. ഇതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് അതിൻ്റെ മട്ടൊക്കെ വീണെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി മട്ട് നമുക്കത് കളയണ്ട. നമ്മുടെ അലോവേരയുടെ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കിളുത്ത് വരും. അപ്പം ഞാനത് ബാക്കിയുള്ളത് ആ ചെടിയുടെ ചോട്ടിലിടാൻ പോവാണ്. ഇതിനകത്തോട്ട് ഇതിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിത് തലയിൽ താളിയായിട്ട് ഉപയോഗിക്കാം. ആഴ്ച 1-2 തവണ നമ്മുടെ മുടിക്കുള്ള എല്ലാ പ്രോബ്ലം മാറിക്കിട്ടും. മുടി നന്നായിട്ട് നീളം വെക്കുകയും ചെയ്യും, ഉള്ളു വരും, നല്ലൊരു കറുപ്പും കാര്യങ്ങളും മുടിക്ക് വരും. അത് ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.